ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ സീറ്റ് പോലും വെക്കാതെ ചാടി തുള്ളി മറിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കടയിൽ മസ്റ്ററിങ്ങിന് പോവാം കേട്ടോ. മസ്റ്ററിങ് 12 മണി വരെ ഉള്ളൂ കേട്ടോ. 11:30 ആയപ്പോൾ വെട്ട് കഴിഞ്ഞ് വന്ന ചേട്ടായി പറഞ്ഞു എല്ലാവരും പെട്ടെന്ന് ഒരുങ്ങിക്കൊള്ളുക, നമുക്ക് റേഷൻ കടയിൽ പോകണം കേട്ടോ. പക്ഷേ പുള്ളിക്ക് നല്ലപോലെ വിശക്കുന്നുള്ളത് കൊണ്ട് പുള്ളി ഭയങ്കരമായിട്ടും ചൂടായും ദേഷ്യപ്പെട്ടും കേട്ടോ നടക്കുന്നത്. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം വിശപ്പ് സഹിക്കാൻ പറ്റാതെ കേട്ടോ വന്നേക്കുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ചാടിത്തുള്ളി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയെ കയറി കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റ് ഇങ്ങനെ പറിച്ചങ്ങ് മാറ്റി വെക്കും കേട്ടോ. നമ്മുടെ ആധുനിക രീതിയിലുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മളെല്ലാം ഫിറ്റ് ചെയ്താട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ചാരു സീറ്റ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വലിയ അക്കടി പറ്റി കേട്ടോ ഗൈസ്. വലിയ ഇറക്കമൊക്കെ അലച്ച് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ നമ്മുടെ മേത്ത് ഇങ്ങനെ കമ്പി ഇങ്ങനെ കുത്തി കയറും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സീറ്റൊന്നും വെക്കാതെ വിട്ടു പോകുക കേട്ടോ. ചേട്ടായിക്ക് വിശപ്പുള്ളതുകൊണ്ട് അയ്യോ ചേട്ടായി പയ്യെ പോകാനും പറയാൻ പറ്റത്തില്ല, അയ്യോ ചേട്ടായി ഞങ്ങളുടെ മേത്ത് കൊണ്ടുകയറുവാന്നും പറയാൻ പറ്റത്തില്ല, എന്ത് പറഞ്ഞാലും തെറി കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. കൂട്ടക്കല്ലിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കൂട്ടക്കല്ലെന്ന് പറയുമ്പോൾ കളത്തുക്കടവിനും മൂന്നലവിനും നടുക്കുള്ള ഒരു ചെറിയൊരു സിറ്റി ആട്ടോ. ഒത്തിരിയൊന്നുമില്ല, 2-3 കടകളൊക്കെയുള്ള ഒരു ചെറിയൊരു സിറ്റി കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ റേഷൻ കടയിൽ പോകുന്നത് കേട്ടോ. മസ്റ്ററിങ് നമ്മളൊക്കെ മരിച്ചു പോയെന്നറിയത്തില്ല, നമ്മുടെയൊക്കെ പേരിൽ അരി കിട്ടുന്നതേ. അപ്പോൾ അതുകൊണ്ടൊന്ന് വിരലൊന്ന് അടയാളം ഒന്ന് പതിപ്പിച്ചേക്കാന്ന് വെച്ച് ഞങ്ങളെല്ലാം പോവാം കേട്ടോ. അപ്പോൾ കുഞ്ചിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. കുഞ്ചിയുടെ കണ്ണെല്ലാം അടഞ്ഞു പോവുക കേട്ടോ. എന്നാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പം അവൾ ഭയങ്കരമായിട്ട് രീതിയിൽ ഇങ്ങനെ കോഷ്ടി എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ നടുക്കിരിക്കുന്നതെന്നാലും ഞാൻ അമ്മായിമ്മയുടെ നടുക്കാട്ടോ കഴിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ മിണ്ടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ മമ്മി ചാടി കയറിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇരുന്നു, പിന്നെ പപ്പായിരുന്നു കേട്ടോ. ഇവരുടെ എല്ലാം ദൂത് ഞാനാണ്. എൻ്റെ അടുത്താണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ടാറ്റായും ബൈ ബൈ ഒക്കെ കൊടുത്ത് കുഞ്ചി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുഞ്ചിക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുവാണ് എന്നൊക്കെ കേട്ടോ. എൻ്റെ പുറത്ത് കൊണ്ടു കയറുന്നതിൻ്റെ കേട്ടോ എൻ്റെ മുഖത്തായ എക്സ്പ്രഷനൊക്കെ മാറി വരുന്നത്. ഈ കമ്പി നല്ലപോലെ കൊണ്ടു കയറുന്നുണ്ട് നമ്മളിങ്ങനെ ചാരി പോകുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ ചെന്നു. റേഷൻ കടയിലെ ചേട്ടൻ എന്തൊക്കെയോ മെഷീനകത്ത് ഏതാണ്ടൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. റേഷൻ കടയിലെ നമ്പരോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പരോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ വലിയവരുടെയൊക്കെ കുത്തിയപ്പോൾ കിട്ടി കേട്ടോ. കാരണം എൻ്റെയൊക്കെ ഫസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. കാരണം നല്ല വരയാണ്, നല്ല തലവരയുണ്ട്, കൈവരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് എൻ്റെയൊക്കെ ഫസ്റ്റ് കിട്ടി കേട്ടോ. പക്ഷേ 5 വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പൊന്നാച്ചിയൊക്കെ ഒരു 5-6 തവണ അവരുടെയൊക്കെ വര തെളിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ, നമ്മുടെയൊക്കെ വര തീരാറായില്ലേ, അതുകൊണ്ട് നമ്മുടെയൊക്കെ കിട്ടി. പൊന്നാച്ചിയുടെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പൊന്നാച്ചിയുടെയും കുഞ്ചിയുടെയും കിട്ടിയില്ല. കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ തോറ്റ് മടങ്ങുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ റേഷൻ കട ചേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പുറം ഇരിക്കുന്ന കടയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ആധാർ കാർഡൊക്കെ നമ്മൾ 5-6 പേരുടെ ആധാർ കാർഡില്ല എല്ലാം നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ. ചേട്ടായി അതിൻ്റെ ഇടയ്ക്ക് എന്താ കച്ചവടം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിലേക്കൊന്ന് വട്ടം ചുറ്റി പോയി കേട്ടോ. ചേട്ടായി ആക്രി കച്ചവടത്തിന് പോകും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ അർജുനൻ വില്ല് ഹരിചന്ദ്രൻ ചൊല്ലെന്ന് പറഞ്ഞ പോലെ ഒറ്റ പോക്കാട്ടോ. കാരണം സീറ്റില്ലാത്തടത്ത് ഞങ്ങളുടെ പുറം വരെ പൊളിഞ്ഞു പോകാറായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായെന്ന് പറഞ്ഞ്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക്.